ലീബ്ര, കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഒരു സെയിം പാറ്റേണിലാണ് സ്റ്റക്കായി പോയാണ്. നിങ്ങളുടെ ലൈഫിൽ ആ കാര്യങ്ങൾ ആദ്യം റിപ്പീറ്റ് ആവാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് വെച്ചാൽ ജൂൺ മാസത്തിൽ എന്തോ ഒരു പുതിയ ബ്രേക്ക്, ഒരു ഓപ്പർച്യൂണിറ്റി വരണ എനർജി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രേക്ക് എന്താണ്, ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, ഇത് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ലീബ്ര, ഞാനിവിടെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മാസമാണ്. ഔട്ട്കം ഈ കാർഡ് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ഈ മാസം 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഇത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യലി നല്ല സമയമാണ്. ചിലവർക്ക് ഇതൊരു സിംഗിൾ ആവണ എനർജിയുമാണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് സിംഗിൾ എനർജിയിലാണ് പോകണത്. എന്തോ ബാഗേജ്, ബേർഡൻസ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാം തീരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇമോഷണൽ ബാഗേജ് ഉണ്ടായിരുന്നു, ബേർഡൻസ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ജൂൺ കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടിയും ഒരു ബെറ്റർ ആവാൻ തുടങ്ങും. 6 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ 6 ഓഫ് സോഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത് അതന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സ്റ്റഡി ആയിരുന്നില്ല, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അതല്ലാണ്ട് കുറേ ഒരു സക്സസിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല സമയം ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നത് കുറേ ഹീലിംഗ് എനർജീസ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ കുറേയൊക്കെ വിഷസ് ഫുൾഫില്ലായി, കുറേ സക്സസ്സും കിട്ടി. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഒരു ലാക്ക് എനർജി എന്ന് വെച്ചാൽ ഒരു റിജക്റ്റഡ് പോലെ ഒരു ഫീലിംഗ്, ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഒരു ബ്രേക്കപ്പ് എനർജി കാണുന്നത്. അവിടെയാണ് നിങ്ങളുടെ കൂടുതലൊരു പ്രശ്നം പറഞ്ഞ പ്രോബ്ലം ഏരിയ അവിടെയാണ്. ജൂൺ മാസത്തിൽ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു ഫീലിംഗ് ഇല്ലച്ചാൽ ഒരു ബ്രേക്കപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ. ഫ്യൂച്ചറിൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ജസ്റ്റിസ് എനർജി ഉണ്ട് ഇവിടെ, ലീബ്ര എനർജി. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാർമിക് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. ചിലവർക്ക് ഇത് ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു വെച്ചാൽ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു ബാലൻസിൽ വരണ മാതിരി ഒരു എനർജി കാണാണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള എനർജിയും കാണാണ്ട്. ഫ്യൂച്ചർ പേഴ്സൻ്റെ എനർജി ഇവിടെ ഒരു ഫയർ സൈനും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ആൻഡ് ഒരു വാട്ടർ സൈനും ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഒരു റിലേഷൻഷിപ്പ്, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ട് അതിന്ന് ഡിറ്റാച്ച് ചെയ്യാനുള്ള എനർജി കാണാണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ചാലഞ്ചാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിടാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല, മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ സെപ്പറേറ്റ് ആയാലും എവിടെയോ നിങ്ങൾ തിരിച്ച് ആ പേഴ്സൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോണത്. ഇതറിഞ്ഞിട്ടും അത് ഈ സിറ്റുവേഷൻ നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. ഒരു സ്ലോലി യൂണിവേഴ്സ് അഡ്വൈസ് പറയണത് സ്ലോലി മൂവ് ഓൺ ചെയ്യാനാണ്. ഉടനെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അത് ഓക്കെ ആണ്. ഒരു സ്റ്റെപ്പ് എടുക്കുക അറ്റ് എ ടൈം. അപ്പോൾ മുമ്പോട്ടേക്ക് പോകാൻ നോക്കുക. ഞാനിവിടെ ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. അത് കുറേ ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. പക്ഷെ അത് ഒരു
പുതിയ പേഴ്സൺ ആണ്. ആ പുതിയ പേഴ്സൺ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പേടി എന്താ വെച്ചാൽ, ചിലവർക്ക് പാസ്റ്റിൽ തന്നെ ഒരു കംഫർട്ട് സോണിലായി പോയി നിങ്ങൾ. അതുകൊണ്ട് പാസ്റ്റിനെ നിങ്ങൾക്ക് ഹാപ്പി അല്ലാത്തൊരു എനർജി കണ്ടിട്ടും നിങ്ങൾ അതിൽ തന്നെ തിരിച്ചു പോണത് എന്താ വെച്ചാൽ ഒരു കംഫർട്ട് സോണാണ്. അത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അറിയണ പേഴ്സൺ ആണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഒരു പുതിയ പേഴ്സണിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അത് കുറേ ഒരു പേടിയുള്ള കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റ് പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഫിയറിൻ്റെ കാരണമാണ് നിങ്ങളൊരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾ മുമ്പോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു സ്റ്റേബിൾ എനർജി വരാൻ പോകുന്നുണ്ട്. സർപ്രൈസ് ഫാക്ടറിലും അത് തന്നെയാണ് കാണുന്നത്, ഒരു പുതിയ ബിഗിനിങ്, ഒരു ലവ് റിലേഷൻഷിപ്പ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് പാസ്റ്റിനെ ആദ്യം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മറക്കേണ്ടി വരും, ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും, ഹീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. ഇല്ലെച്ചാൽ ആദ്യം തിരിച്ച് നിങ്ങൾ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ തന്നെ റീകണക്ട് ചെയ്താൽ ഈ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിലും അതുതന്നെയാണ് ആദ്യം റിപ്പീറ്റ് ആവുക. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഈ മാസം നിങ്ങളുടെ കരിയറിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കരിയർ വൈസ് നല്ല സമയമാണ്. പക്ഷെ അതല്ലാണ്ട് നിങ്ങളുടെ ലവ് ലൈഫിലും എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ തിരിച്ചു വരാല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ പേഴ്സൺ ആണ്. ഓക്കെ, കുറേ പാഷൻ, കുറേ ഹാപ്പിനെസ്, അബണ്ടൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അതിന് വേണ്ടിയിട്ടൊരു പാസ്റ്റ് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയണേ? റൊമാൻറ്റിക് സൈക്കിൾ, ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ആൻഡ് ഇവിടെ ലിബ്ര സൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലിബ്രയ്ക്ക് വേണ്ടിയിട്ട് പെർഫെക്റ്റ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ച് കമൻസ് ലൈക്ക് ലെയിം എന്ന് എഴുതുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.